ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? നമ്മൾ കുറേ നാളായി കണ്ടിട്ട്, കുറേന്ന് പറഞ്ഞാൽ കുറച്ച് അധികം നാളായി കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയി തന്നെയാണ് വന്നേക്കണേ. ഇന്നും ഒരു അൺബോക്സിങ് അല്ല, കുറച്ച് സാധനങ്ങളുടെ ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഇത് ഞാൻ വാങ്ങിക്കുന്ന ഒരു ചെറിയ പവർ ബാങ്ക് ആണ്. ഇത് 10,000 mAh പവർ ബാങ്ക് ആണ്. ആംബ്രോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് പവർ ബാങ്ക്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇങ്ങനത്തെയൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് പവർ ബാങ്ക്. നല്ല നീറ്റായിട്ട് പാക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആംബ്രോ എന്ന് പറഞ്ഞാൽ നല്ല നിറയെ കളറുണ്ട്. 3 കളറാണ് ഉള്ളത്. ഒന്ന് സിൽവർ, പിന്നെ വേറെ ഏതൊരു കളറാണ്, ബ്ലാക്ക് ആണ് തോന്നുന്നു. പിന്നെ ഈ കളർ, അതായത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഹാഫ് ബ്ലാക്കും ഹാഫ് ബ്ലൂ ആണ് ഉള്ളതല്ലേ. ഇവിടെ ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ ഇതാണ് മാക്സ് സേഫ് ചാർജിങ് ആണ്. അപ്പോൾ നമുക്കത് ഫോണിലും കുത്തി ചാർജ് ചെയ്യാം. ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വയറും വന്നിട്ടുണ്ട്. വയറ് പുറത്തേക്ക് വരുന്നില്ല. ചെറിയൊരു ടൈപ്പ് സി USB ഒരു വയറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുഞ്ഞി വയറ് തന്നിട്ടുണ്ട്. ഇത് നമുക്കപ്പോൾ പവർ ബാങ്ക് ചാർജ് ചെയ്യാനും അല്ലെങ്കിൽ പവർ ബാങ്കിൽ നിന്ന് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് പവർ ബാങ്ക്. ഇതാണ് ഞാൻ വാങ്ങിയ ഒരു ചെറിയ ചക്കി സാധനം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഒരു സെൽഫി ട്രൈപോഡ് സ്റ്റിക്കാണ്. ഇത് ക്രാറ്റോസ് KRATOS എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇത് ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നല്ല, വെറുതെ ഒരു നല്ല ഒരെണ്ണം വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. 1.7 മീറ്റർ ലെങ്ത് ഉണ്ട്. എക്സ്പാൻഡബിൾ ട്രൈപോഡ് സ്റ്റാൻഡ്. പിന്നെ എന്തൊക്കെയാ, ട്രൈപോഡ് ഉണ്ട്, മൾട്ടി ഫങ്ഷൻ, റിമോട്ടൊക്കെ ഉണ്ട് ഇതിൽ. നോക്കാം. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ റോഡ്, പിന്നെ 360 ഡിഗ്രി റൊട്ടേഷൻ. ഓക്കെ, ഇപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് തുറക്കാം. ഇതിൽ എനിക്ക് തോന്നുന്നു ഫോൺ ഇതിലായിരിക്കും വെക്കുക. എൻ്റെ ഫോൺ വെക്കട്ടെ. ഇതെങ്ങനെ വെക്കുക? ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ഇതിങ്ങനെ വലിച്ച് ഇങ്ങനെ വെക്കുക. നമുക്കിത് തിരിക്കുകയൊക്കെ ചെയ്യാം. കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ മുകളിൽ ഫോണുണ്ട്. ഇതാണ് എൻ്റെ ഫോൺ. ഹലോ. അപ്പോൾ ഇത് അമ്മയുടെ ഫോണാണ്. ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് ചാർജ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത്. കാരണം എൻ്റെ ഫോണിൽ കുറച്ച് പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത് കൊള്ളാം. ഇനി നമുക്ക് ദൂരി എടുക്കാം. ഇങ്ങനെ ഊരിയെടുക്കാം. എന്നിട്ട് ഇതാണ് റിമോട്ട് എന്ന് തോന്നുന്നു. ഇത് റിമോട്ട് എടുക്കാൻ വേണ്ടി എങ്ങനെ എടുക്കാൻ നോക്കിയപ്പോൾ ഇത് വരുന്നില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഇതാണ് ഇതിൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ്. ഇതിങ്ങനെ 1.7 മീറ്റർ ലോങ് ആണ്. അപ്പോൾ ഇതിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കാം. ഇത് നല്ല നീളമുണ്ട് കേട്ടോ. നമുക്ക് നിന്നൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ റിമോട്ട് എടുക്കണമെങ്കിൽ ഇതിങ്ങനെ ഈ സാധനം തുറന്നിട്ട്, റിമോട്ട് എടുക്കണമെങ്കിൽ ഈ സാധനം ഇങ്ങനെ തുറന്നിട്ട് ഇതിങ്ങനെ വെച്ചാൽ കുഞ്ഞി റിമോട്ട് വരും. ഇത് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ അടിഭാഗത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. അതിങ്ങനെ 3 ട്രൈപോഡാണല്ലോ, 3 കാലാണ്. ഇതിങ്ങനെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് തുറന്ന് വയ്ക്കാം. അത് റിമോട്ടാ പേടിക്കണ്ട. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക്
വീഡിയോ ഒക്കെ എടുക്കാം. ഇങ്ങനെ വെച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ഇതാണ് ട്രൈപോഡ് സ്റ്റാൻഡ്. കൊള്ളാല്ലേ? ഇതിങ്ങനെ കണ്ടില്ലേ, ഇതാണ് ട്രൈപോഡ്. ഇതിങ്ങനെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കാം. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഗാഡ്ജറ്റ്. കൊള്ളാല്ലേ? അതെ, ഇതാണ് സാധനം. ഇതിന് ഇത്രയും നീളമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എന്നേലും പൊക്കമുണ്ട്. കാരണം പറഞ്ഞാൽ എൻ്റെ ഹൈറ്റ് ഇതേ ഇതുവരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് താഴ്ത്തി കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇതേ എൻ്റെ ഹൈറ്റായി. അപ്പോൾ നമുക്കിങ്ങനെ ഇത്രയും ഒരു ഇതിൽ വെച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. നല്ല അടിപൊളി സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചക്ലി സാധനം. അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് കിടക്കാം. ഇത് സെബ്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു ചെറിയ സ്റ്റാൻഡാണ്. ബ്ലാക്ക് കളറാണ് ഞാൻ വാങ്ങിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. വളരെ കുഞ്ഞാണ്, വലിയ ഇതൊന്നുമില്ല, വലിയ കട്ടിയൊന്നുമില്ല. നമുക്ക് തൊട്ടറിയാം. ഇതെങ്ങനെയത് തൊക്കാന്നറിയില്ല. അത്രേ ഉള്ളൂ. അതായത് ഇത് വെറുതെ നോക്കുമ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു സാധനം. ഇത് നമുക്ക് ഇവിടെ തുറക്കാം. എന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡായിട്ട് വെക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ചെറുത് വെക്കാം. നമുക്ക് ഇവിടെ വെക്കാം. അത് കഴിഞ്ഞ് ഇവിടെ ഫോൺ വെക്കാം. ഫോൺ വെക്കാൻ ഇവിടെ ഒരു 2 സാധനങ്ങളുണ്ട്. അതിങ്ങനെ വലിച്ചാൽ നമുക്ക് അതിൽ ഫോൺ ഇങ്ങനെ വെക്കാം. ഇങ്ങനെയുണ്ട്, അത് കൊള്ളാല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം, അങ്ങനെയൊക്കെ. പക്ഷെ വലിയ കട്ടിയൊന്നും കൊടുക്കണ്ട, കാരണം ഇത് അപ്പം തന്നെ പൊട്ടും. ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ മൂന്നാമത്തെ ഗാഡ്ജറ്റ്. ഇത് സെബ്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡില്ല, 138 രൂപ അത്രയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ റബ്ബർ ഇതൊക്കെ ഉണ്ട്, അപ്പോൾ അനങ്ങില്ല. അത് നല്ലൊരു പരിപാടി. ഇവിടെയുണ്ട് റബ്ബറിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നീങ്ങാനൊക്കെ പാടാം. അപ്പോൾ നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മൂന്നാമത്തെ ഗാഡ്ജറ്റ്. എനിക്ക് കാണിച്ചു തരുന്നത് ഒരു ഭയങ്കര ഒരു ഹാൻഡി ആയിട്ടുള്ളൊരു സാധനം. ഇതാണ് സാധനം. ഇത് റെഗോർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഗാഡ്ജറ്റാണ്. ബ്രാൻഡിൻ്റെ ഒരു സാധനമാണ്. ഇത് ഫോണിൻ്റെ ഒരു കിക്ക് സ്റ്റാൻഡ്. ഇതിലെന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ മാഗ് സേഫ് ആയിട്ടുള്ള ഫോണിനൊക്കെ ഇത് ബാക്കിൽ വെറുതെ കുത്തിവെച്ചാൽ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതെൻ്റെ ഫോണാണ്. ഇതിൽ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ അത് ഒട്ടിയിരുന്നോളൂ. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ ഇതിങ്ങനെ 3ആയിട്ട് മടക്കി വെക്കാം. ഇത് നമുക്കിപ്പോൾ റിങ്ങൊക്കെ കയ്യിലിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കാം. പിന്നെ ഇതിങ്ങനെ തുറക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കാണാം. എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് കിടക്കാം. ഇതൊക്കെ അതിൽ കാണിച്ചേക്കണം കേട്ടോ. ഇതൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഭയങ്കര ഒരു യൂസ്ഫുള്ളാണ്. എനിക്കിത് നമ്മളിപ്പോൾ പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെച്ചിരുന്ന് മീറ്റിംഗ് ഒക്കെ കാണാം. ഇങ്ങനെയൊക്കെ വയ്ക്കാം. ഭയങ്കര അടിപൊളിയാണ്, എനിക്കിത് ഇഷ്ടമായി. പിന്നെ നമുക്ക് നിവർത്തി വെക്കണമെങ്കിൽ നിവർത്തിയും വെക്കാം. സാധാരണ കിക്ക് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്ര വലുതാവില്ല. ഈ റിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ. അപ്പോൾ അത് സംബന്ധിച്ച് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇങ്ങനെയൊക്കെ വെക്കാം. കണ്ടോ, അടിപൊളിയല്ലേ? അപ്പോൾ ഇതാണ് സാധനം. ഇത് റെഗോർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. 699 ആണ്. ഇത് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ വെറുതെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ 4ാമത്തെ ഗാഡ്ജറ്റ്. എൻ്റെ ഒരു 5ാമത്തെ ചക്ലി സാധനമാണ്. ഗാഡ്ജറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഇതൊരു ബാഗാണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തീരാട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ റെഡി ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ആർട്ടിക് 100 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ബാഗാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് ഒന്നും ഇടാൻ പറ്റില്ല. നമുക്കിങ്ങനെ ആൺപിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബാഗാണ്. ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ ബാഗൊക്കെ ഇടണേ. കാരണം ഇങ്ങനെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് അതിനൊക്കെ ഉപകരിക്കുന്ന സാധനം. പവർ ബാങ്ക് ഇടാം. ഇത് കൊണ്ടുപോകുന്നില്ല, വെറുതെ രസത്തിന് വാങ്ങി വയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സാധനം. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഫ്രണ്ട് സൈഡ് കണ്ടോ, ആർട്ടിക് 100 ARCTIC 100 എന്നൊരു ബാഗാണ്. ഇതൊക്കെ ഞാൻ വെറുതെ വാങ്ങിച്ച് കൂട്ടുന്നു. ഇതിൽ കീയൊക്കെ ഇടാം. ഇങ്ങനെ എലാസ്റ്റിക് ഒക്കെ ഉണ്ട്. വീട്ടിൽ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് താക്കോലൊക്കെ എടുത്ത് തുറക്കണമെങ്കിൽ ഇത് ഫസ്റ്റ് പൗച്ച്, ഇത് സെക്കൻഡ്. ഇതാണ് അത്യാവശ്യം വലുതാവും. നല്ല സ്ഥലമുണ്ട്.
ഇതിൽ നമുക്ക് ഫോണോ പവർ ബാങ്കോ ഒക്കെ ഇത് ഇപ്പോൾ ഈ പവർ ബാങ്ക് ഒക്കെ ഇടണമെങ്കിൽ ഇത് ഇതിനകത്തൊക്കെ ഇടാം ഉണ്ടോ, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ ടാബ്ലറ്റ് ഒക്കെ ഇടണമെങ്കിൽ ഇതിനകത്ത് കൊണ്ടിടാം. ഇതൊക്കെ ഉപയോഗിച്ചാലേ ഉള്ളൂ. ഇതാണ് സാധനം. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ 1 2 3 4 5ാമത്തെ ചക്ലി സാധനം. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളെ വേറൊരു സാധനം കാണിച്ചു തരാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതൊക്കെ മാറ്റാം. ഞാനിപ്പോൾ ശരിക്കും ആ സാധനത്തിലാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ആ സാധനം. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഇത്രയും നാൾ എടുത്തുകൊണ്ടിരുന്നതും ഈ സാധനം ഉപയോഗിച്ചിട്ടാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇതൊരു വാക്വം സ്റ്റിക്കിംഗ് ഇതാണ്. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ കയ്യിൽ വരും. അപ്പോൾ ശരിക്കും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ചുമരിലൊന്നും ഒട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് ഈ ഒരു ഗ്ലോസി ആയിട്ടുള്ളൊരു സാധനം. ഇത് നമുക്ക് ചുമരിൽ ഒട്ടിച്ച് വെച്ചാൽ ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ച് ലോക്ക് ചെയ്താൽ ഇത് പിന്നെ അനങ്ങില്ല. നമുക്ക് ഫോണൊക്കെ വെച്ച് എടുക്കാം. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മാക്സ് സേഫാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എൻ്റെ ഫോണിലൊക്കെ ഒട്ടിച്ച് വെച്ചാൽ കണ്ടോ മാക്സ് സേഫ് ആയിട്ട് ഇരുന്നോളും. ഭയങ്കര യൂസ്ഫുള്ളായത്. എനിക്ക് ഇപ്പോൾ പറഞ്ഞതിൽ ഈ രണ്ട് സാധനങ്ങൾ ഞാൻ ഓൾറെഡി വാങ്ങിയതാണ്. എനിക്കിത് രണ്ടും നിങ്ങളെ കാണിച്ചു തരണം തോന്നി. കാരണം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതൊക്കെ ഡെയിലി ലൈഫിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ ഗാഡ്ജറ്റ്സ് അല്ല ചക്ലി സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു വീഡിയോ വരുന്നവരെ